അതായത് പേര പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളോടല്ലേ, അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ചാണല്ലോ വന്നത് കൂടെ. അപ്പൊ നിങ്ങൾ പൈസ മേടിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്കൊരു ബാധ്യസ്ഥത ഇല്ലേ? നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാനായിട്ട് ആശിനെ വിശ്വസിച്ചാണ് വന്നത്, അവിടെ വന്നു പറയുന്നില്ലേ? ഈ പറയുന്ന കാര്യങ്ങളിൽ ആശയ പൈസ മേടിച്ചു കൊടുക്കണ്ടേ എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനാണ് ആശിഷ് എന്ന് പറയുന്ന ആള് അവനോട് 100 തവട്ടം കാല് പിടിച്ചു പറഞ്ഞ മോനെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടൂല എന്ന് പറഞ്ഞപ്പോ പൈസ വേണ്ട ഒന്നും വേണ്ട, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ അവിടെ നിന്റെ വണ്ടി ഓടിക്കാൻ പൈസ തരാന്ന് അവൻ ഓൾറെഡി ഇവനോട് പറഞ്ഞു, ഈ ആശിഷ് എന്ന് പറയുന്ന ആളോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എടാ നടക്കൂല, നീ എന്തിനാണ് 20 മിനിറ്റ് കാര്യത്തിന് വേണ്ടി ഒന്ന് പോയി ഡാൻസ് കളിക്കുക, അവർ ഡിജിയിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് പോകാൻ, അവരോട് നിന്നെ ഒരു മോശമായിട്ട് പോലും പെരുമാറിയില്ല, അത്രയ്ക്ക് ഡീസൻ്റ് ആയിട്ടാണ് അവർ പെരുമാറുന്നത്. ഇവൻ കാല് പിടിക്കുന്നത് ഞാൻ കണ്ടതാണ്, അത്രയ്ക്ക് കാല്. അതായത് ഇവന്റെ ലെഫ്റ്റ് സൈഡിലാണ് ആദ്യം ഈ പറയുന്ന അലിൻ ജോസ് പെരേര എന്ന വ്യക്തി ഇരുന്നത്. പുറകേല് ഇവരുടെ സുഹൃത്ത് തന്നെ അജു എന്നാണ് ആൾ ഇപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവനും കാല് പിടിച്ചു പറഞ്ഞു എനിക്ക് ഇവൻ എന്താണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാതെ വരികയും അവരുടെ പ്രോഗ്രാം നഷ്ടം വരികയും ആ എൻജോയ്മെന്റിന് ഒരു കോട്ടം തൊട്ടുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അത് കാരണം സിറ്റുവേഷൻ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവും. ഒരു സ്ഥലത്തുള്ള സമയത്ത് ആർട്ടിസ്റ്റ് ഇറങ്ങില്ല, അല്ലെങ്കിൽ എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് ഇറങ്ങില്ല, അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാം ഞാൻ ഇറങ്ങില്ല, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് കാണണേ ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഇവർക്കാണ് എന്റെ എക്സ്പീരിയൻസ്. ഞാൻ പറയണം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇറങ്ങൂല എന്ന് പറയുന്ന ഒരാളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസ വേണ്ട, പൈസ അവിടെ എന്റെ ക്യാഷ് ഉണ്ട്, ഞാൻ അപ്പോ അലിൻ ജോസ് പേര് അത്രയും നേരം കണ്ടിട്ട് പൈസ വേണ്ട ഒന്നും വേണ്ട, ശരിയാവില്ല, അറിയാലോ എന്റെ സ്വഭാവം. പിന്നെ ഇവൻ സ്കൂളിൽ പഠിച്ച വില്ലനാണ്, മറ്റൊരു വില്ലനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗാണ്. അപ്പൊ ഞാൻ എന്ത് പറയാനാ? അപ്പൊ ഞാൻ പറയടാ എന്താ വണ്ടി എടുക്ക്. ഇപ്പം വണ്ടി എടുത്ത് പോകുന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇവന്റെ ഡയലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇനി കല്യാണ പരിപാടി എനിക്ക് താല്പര്യമില്ല, എനിക്ക് കോളേജ് പ്രോഗ്രാം, അതുപോലെ ജ്വല്ലറികൾ, അതുപോലെ പിന്നെ ഈ സിനിമ സീരിയല്, അതുപോലെ തന്നെ ഈ കാറുകളുടെ ഷോറൂമിൽ ചെന്നിട്ട് പറയുക അവൻ കാർ എന്തോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അപ്പൊ അതിന് ഡിസ്കൗണ്ട് തന്നെ. അപ്പൊ ഇവൻ അവർക്ക് വേണ്ടി റീല് ചെയ്ത് കൊടുത്ത് റീച്ച് ആക്കാൻ വരാ. ജ്വല്ലറികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവന്റെ പെങ്ങൾക്ക് എന്തോ ഇതൊക്കെ ഉണ്ട് എന്നാണ് എന്റെ അടുത്ത് പറയാണ് ഇങ്ങനെ ഇതൊക്കെ പിടിച്ചു കൊടുക്കാൻ. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ് വരുമ്പോ ഇവന് താല്പര്യമില്ല ഇനി പരിപാടികൾ പോയിട്ട് അവിടെ കോമാളിയാവാൻ പറ്റില്ല. പക്ഷെ ഈ പരിപാടി പിടിച്ചത് അവൻ തന്നെയാണ് പിടിച്ചത്. പൈസ പരിപാടി. അപ്പൊ ഞങ്ങൾ നീ എന്തുട്ടാണ് നീ പറയണ നീ എന്നുള്ള രീതിയിൽ ചോദിക്കണം, എന്തൊക്കെയാണ് നീ പറയണം, നീ പോയിട്ട് പരിപാടി അവരുടെ ഇടിയുള്ളാണ്ട് പോകുന്നത് ഭാഗ്യം എന്ന് പറയാണ്. അപ്പോഴാണ് ഇവന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായ കാര്യം. രേണുസുതി അവള് ഇവൻ പറയണ ഇവന്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞു രേണുസുതി അവള് ബിഗ് ബോസിൽ കയറി, ഞാനാണ് അവളെ ഫേമസ് ആക്കിയത്, റീച്ച് ആക്കിയതും കറക്കി ഫേമസ് ആക്കി. അവൾ ആ റീല് മില്യൺസ് ഓഫ് ആളുകൾ കണ്ട്, അതുകൊണ്ട് അവള് ബിഗ് ബോസിൽ പോയി. എനിക്ക് കയറാൻ പറ്റിയില്ല. അവള് കുശുമ്പുണ്ട് ഇങ്ങനെ പറയണവൻ. അപ്പൊ ഞങ്ങള് പറഞ്ഞു നിനക്ക് നീ ബിഗ് ബോസിൽ പോയി എന്ത് ചെയ്യാനാണ്? പിന്നെ ഞങ്ങള് കളിയാക്കാൻ തുടങ്ങി, ബിഗ് ബോസിൽ പോയി നീ എന്ത് ചെയ്യും, ഈ രഹസ്യം പറഞ്ഞ് വിളിച്ചു ചെയ്യും. അവന്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ അവൻ ചിരിച്ച് തമാശ ആ പ്രശ്നം തീർന്നു. അപ്പൊ ഇനി ആ കേസ് വിട് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ പഴയ ഈ പ്രോഗ്രാമിന്റെ കേസ് പറഞ്ഞു, വലിയ കേസ് വിട്, കഴിഞ്ഞ് നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് പോകാം, കാരണം മഴ റോഡൊക്കെ വളരെ മോശം, വെള്ളം കയറി നിൽക്കണം. ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞ് നമ്മൾ തൃപ്രയാർ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ ഇവരുടെ കോള് വന്നു. ഇവരുടെ മൊബൈലിലേക്ക് വന്നു. ആ മൊബൈലിൽ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് ഇങ്ങോട്ടിട്ട് ഞാൻ കേട്ടാണ്, ആ ചേട്ടാ നിങ്ങൾ പോയാ ആ അവരോട് പറയാതെ ഇറങ്ങി പോയിട്ട് അതല്ല അതായത് പയ്യൻ വന്നാ ശരിയിട്ടെന്ന് പറഞ്ഞാൽ പോയി. അപ്പൊ നമ്മളിവിടെ പറയണം അപ്പൊ നിങ്ങൾ പോയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഓക്കെ ഞങ്ങൾ പോയി, ഞങ്ങൾ പോകുന്നേട്ടാന്ന് പറഞ്ഞു. അവന് വയ്യ, അവന് സൂല, അവന് 9 മണി കഴിഞ്ഞിട്ട് വയ്യാതെ ഭക്ഷണം കഴിച്ചിട്ട് ഡാൻസ് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു കഷ്ടമല്ല, ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നിങ്ങൾ മോശമായിട്ട് പെരുമാറെ രാത്രി വിളിച്ചു വരുത്തിയിട്ട് ചേട്ടാ വൈകിട്ട് ക്ഷമിക്കണമെന്ന് അവരിങ്ങോട്ട് പറഞ്ഞു. അതിനുശേഷം അവര് പറഞ്ഞു പൈസ എത്ര ഞങ്ങൾ ഇട്ടുതരാന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു പൈസ ഓൾറെഡി വേണ്ടാന്ന് പറഞ്ഞേക്കാണ്. അതിലാണ് ഞങ്ങളൊന്നും ചെയ്തില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി. അങ്ങനെ ഇവൻ പറഞ്ഞ് ഇഷ്ടമുള്ള പൈസ നിങ്ങൾ ഇട്ടാൽ മതി, ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ലാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് ഓക്കെ ഏട്ടാ ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിന്നെ അവർ ഡാൻസിനും കാര്യങ്ങളും അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് പൈസ തരാൻ തയ്യാറായിരുന്നു. അവര് പൈസ തരാന്ന് വെച്ചാൽ അവര് പറഞ്ഞ കാര്യങ്ങളാണ്, എത്ര പറയാലോ.
ഈ പൈസ വരുന്നതും അലിൻ ജോസിന്റെ അക്കൗണ്ടിലാണ്. ഈ പൈസ വരാൻ പോകുന്നത് ആരാ ആദ്യം അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്താരാ? അക്കൗണ്ടിലേക്ക് അവരാണ് അഡ്വാൻസ്. അപ്പൊ ഈ വരാൻ പോകുന്നത് ക്യാഷും വരാൻ പോകുന്നത് പിന്നെ അത് വേറെ നമുക്ക് കൂടുതൽ സംസാരിക്കണം. വന്നിട്ടുണ്ടോ നമുക്കറിയില്ല വന്നിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല.